ഹായ് മക്കളെ, ഇന്ന് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ നമ്മുടെ സമാന്തര ശ്രേണികൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ 27ാമത്തെ പേജിലെ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് കണ്ടന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ടോപ്പിക്കിൽ നമുക്ക് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇയാൾ. ക്വസ്റ്റ്യൻ നോക്കാം, പേജ് നമ്പർ 27 കേട്ടോ. റൈറ്റ് the 3 arithmetic sequence with the sum of first 7 terms as 70. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആകുന്ന 3 സമാന്തര ശ്രേണികൾ എഴുതണം. അപ്പോൾ 3 എഴുതണം വ്യത്യസ്തമായിട്ട്. അപ്പോൾ ആദ്യത്തെ 7 പദങ്ങളുടെ തുക തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുണ്ട് 70 അപ്പോൾ ഓക്കെ, നമുക്കൊന്ന് എഴുതി വെക്കാം. നമുക്ക് ഈ സമ്മുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യം, തുകയുമായി ബന്ധപ്പെട്ട് അറിയുന്ന കാര്യം, സം ഇസ് ഇക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം എന്ന് പറയുന്നതാണ്. തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, തുക സമം n ഗുണിക്കണം മധ്യപദം. ഓക്കെ, അപ്പോൾ തുക ഇവിടെ ഓൾറെഡി ഫിക്സഡ് ആണ്. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 70 തുക എന്നുള്ള അല്ലെങ്കിൽ സം എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ആൾക്കാരുടെ? 7 ആളുകളുടെ. അയാളും ഫിക്സഡ്, അയാൾക്ക് മാറ്റമില്ല. എടാ 7 ആളുകളാണ് ഉള്ളതെന്ന് വിചാരിക്കാം മക്കളെ. x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്, x4 ഉണ്ട്, x5 ഉണ്ട്, x6 ഉണ്ട്, അതുപോലെ x7 ഉണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മൾ എഴുതി പോകുന്നതെങ്കിൽ അവിടെ നടുവിലുള്ള ആൾ എന്ന് പറയുന്നത് 4ാമത്തെ ആളായിരിക്കും, 4ാമത്തെ പദം. അപ്പം മിഡിൽ ടേമിന് താഴെ ഞാൻ കറക്റ്റായിട്ട് x4 എന്ന് എഴുതുന്നുണ്ട് മക്കളെ. ഈ 4ാമത്തെ സബ് ടേം അല്ലെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ 70 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ x4 കിട്ടും. അങ്ങനെ നമുക്ക് x4 കിട്ടുകയാണ് മക്കളെ. x4 എന്ന് പറയുന്ന ആൾ ആരാണ്? 10 എന്നുള്ള ഉത്തരമാണ് കിട്ടുക. 70 ഡിവൈഡഡ് ബൈ 7 ചെയ്തിട്ടാണ് ഈ കാണുന്ന 10ലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് സീക്വൻസ് എഴുതിയാലും അതിലെ മിഡിൽ ടേം ആരായിരിക്കണം? 10 ആയിരിക്കണം. ഞാനൊരാൾ എന്ന് എഴുതി വെക്കട്ടോ. എടാ മിഡിൽ ടേം ഞാൻ x4ൻ്റെ താഴത്ത് 10 എന്ന് എഴുതുന്നുണ്ട്. ഓക്കെടാ, അങ്ങനെയാണെങ്കിൽ ഞാൻ കോമൺ ഡിഫറൻസ് 1 വെച്ചിട്ടുള്ളൊരു സീക്വൻസ് എഴുതി വെക്കാം. 10, 11, 12, 13. നോക്കിയാൽ മനസ്സിലാവും മക്കളെ, ഞാൻ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തി തന്നെ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബാക്കിലേക്ക് എഴുതുകയാണെങ്കിൽ 9, 8, 7 ഈ കാണുന്ന എല്ലാവരെയും നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കി നോക്കാം. 7ഉം 8ഉം 9ഉം 10ഉം 11ഉം 12ഉം 13ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഉത്തരം 70 എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ പ്രകാരം ഫസ്റ്റ് ആളെ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത്, എടാ മിഡിൽ ടേം എന്തായാലും മാറ്റാൻ നിർവാഹമില്ല, അയാൾ 10 തന്നെയാണല്ലോ, അയാൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഞാൻ കോമൺ ഡിഫറൻസ് ഒന്ന് 2 വെച്ച് എഴുതാൻ തീരുമാനിച്ചു. 10, 12, 14, 16. ബാക്കോട്ട് വരുമ്പോൾ 8, 6, 4. ഈ കാണുന്ന ആളെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കി നോക്കാം മക്കളെ. ഈ കാണുന്ന ആളെ ആഡ് ചെയ്താലും വരാൻ വേണ്ടി പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 70 എന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത 2ാമത്തെ സീക്വൻസ് നമുക്ക് കിട്ടി. ഇനി ഞാൻ വീണ്ടും മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ 1 വെച്ച് എഴുതി, 2 വെച്ച് എഴുതി, ഞാൻ 3 വെച്ചിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. 10, 13, 16, 19. ബാക്കോട്ടേക്ക് എഴുതുമ്പോൾ 7, 4, 1. ഈ കാണുന്ന സീക്വൻസ് ആഡ് ചെയ്താലും എത്രയായിരിക്കും മക്കളെ കിട്ടുന്നുണ്ടാവുക? ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്, പരീക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 3 സീക്വൻസുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The sum of first 3 terms of an arithmetic sequence is 30 and the sum of first 7 terms is 140. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30ഉം ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140ഉം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ്? ശ്രേണിയുടെ 2ാം പദം എന്താണ്? നമുക്ക് മനസ്സിലാവടാ, നമുക്ക് ആദ്യത്തെ 3 ആളുകളുടെ സമ്മ് തന്നിട്ടുണ്ട് 30 അല്ലേ. അപ്പം നമുക്കറിയാം ഫസ്റ്റ് സബ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് എഴുതേണ്ട കണ്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? സം ഇസ് ഇക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം അല്ലേ. എങ്ങനെയാണ് പറയുക? തുക സമം ആരാണ്? n ഗുണിക്കണം മധ്യപദം എന്നാണ് നമുക്ക് എഴുതാനുണ്ടാവുക. ഈ തുക ആദ്യത്തെ 30 ആളുകളത് കൃത്യമായിട്ട് ആദ്യത്തെ 3 ആൾക്കാരത് തന്നിട്ടുണ്ട് 30 3 പേരുടെയാണ്. ഈ 3 ആൾക്കാരെ വരിക്ക് നിർത്തി കഴിഞ്ഞാൽ x1, x2, x3 ഉണ്ടെങ്കിൽ അവിടെ മിഡിൽ ടേം എന്ന് പറയുന്നത് 2ാമത്തെ ആളാണ്. കണക്ഷൻ മനസ്സിലായി. അയാളെയാണ് നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 30/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2ാമത്തെ ടേമായിട്ട് അവിടെ നിന്ന് കിട്ടണം, x2 അവിടെ നിന്ന് കിട്ടണം. അപ്പോൾ x2 എന്ന് പറയുന്ന ആളെ ഉത്തരം നമുക്ക് കിട്ടും മക്കളെ. എത്ര കിട്ടുക? 10 എന്ന് പറയുന്നതാണ് x2. സെയിം കണക്ഷൻ തന്നെയാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേക്കുന്നത്. നോക്കി നോക്കിയിടാ, ശ്രേണിയിലെ 4ാം പദം എന്താണ്? വാട്ട് ഇസ് ദ ഫോർത്ത് ടേം? 7 ആൾക്കാരുടെ 140 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ഇക്വേഷൻ, അതേ പ്രോപ്പർട്ടി കേട്ടോ. സം ഇസ് ഇക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം എന്ന് തന്നെയാണ് അവിടെയും വരുന്നുണ്ടാവുക. സമ്മ് എന്ന് പറയുന്നത് 140 നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മക്കളെ. എത്ര ആൾക്കാരുടെയാടാ? 7 ആളുകളുടെയാണ്. ഇൻറ്റു അവിടുത്തെ മിഡിൽ ടേം 7 ആൾക്കാർ നിൽക്കുമ്പോൾ മധ്യപദം എന്ന് പറയുന്ന മിഡിൽ ടേം എന്ന് പറയുന്ന 4ാമത്തെ ആളാണ്.
അപ്പോൾ 140/7 ചെയ്താലാണ് നമുക്ക് ആരെ കിട്ടേണ്ടത്? x4 കിട്ടേണ്ടത്. അപ്പോൾ 20 = x4 എന്ന് കിട്ടും. അവിടുത്തെ നാലാമത്തെ പദം 20 അപ്പോൾ അതും കഴിഞ്ഞു. മൂന്നാമത്തത് വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ 3 ആളുകളെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യന് എന്തായാലും കോമൺ ഡിഫറൻസ് കൂടിയേ തീരുള്ളൂ അല്ലേ, പൊതുവ്യത്യാസം. അപ്പോൾ d = നമ്മൾ ഇക്വേഷൻ പഠിച്ചാണ് xm - xn/m - n. ഓക്കെ, ഞാൻ നമ്മുടെ ഏതൊക്കെ ടേം വെച്ചിട്ട് എഴുതുന്നത്? നാലാമത്തെ ടേമും രണ്ടാമത്തെ ടേമും വെച്ചിട്ടുമാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുകയാണെങ്കിൽ 20 - 10 അല്ലേ, അവരുടെ 20ഉം 10ഉം മൈനസ് ചെയ്യുന്നു, x4ൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 4 - 2 എന്നായിരിക്കും എഴുതാണ്ടാവുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അയാളെ 10/2 എന്ന് എഴുതാം. അങ്ങനെ ആൻസർ നമുക്ക് എത്ര കിട്ടുക മക്കളെ? 5 എന്ന് കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ആളുകൾ, നമുക്ക് ആദ്യത്തെ 3 പദങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, ഫസ്റ്റ് 3 ടേംസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ആൾ x1 കണ്ടുപിടിക്കണം, x2 കണ്ടുപിടിക്കണം, x3 കണ്ടുപിടിക്കണം. ഓക്കെ, ഈ x3 നമുക്ക് തന്നിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയൊക്കെ. ഫസ്റ്റ് x3 അല്ല, x2 നമുക്ക് തന്നിട്ടുണ്ട് 10. അപ്പോൾ ഞാൻ അയാളെന്ന് ആദ്യം നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പോരാത്തതിന് കോമൺ ഡിഫറൻസ് 5 പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് 10നോട് ഈ കാണുന്ന 5 കൂട്ടിയിട്ട് 15 എന്ന് എഴുതുകയും, ഒന്നാമത്തെ ആളെ കിട്ടാൻ വേണ്ടി 10ൽ നിന്ന് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 കുറച്ചിട്ട് 5 എന്ന് എഴുതിയാലും മതി. ഓക്കെ, ആ കാണുന്ന ചോദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 150. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150, ആദ്യത്തെ 10 പദങ്ങളുടെയും തന്നിട്ടുണ്ട് 550. സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞ മൂന്നാമത്തെ ടേം, മൂന്നാമത്തെ ശ്രേണിയിലെ പദം, മൂന്നാം പദം ആയിരുന്നു. എളുപ്പമാണോടാ, കാരണം 5 ആൾക്കാരെ തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളാരാന്ന് കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസമില്ല. നമ്മളിപ്പോൾ ഡീൽ ചെയ്തതാണ്. സം = n ഇൻറ്റു മിഡിൽ ടേം നമ്മൾ പറയുക. സം = n ഇൻറ്റു മിഡിൽ ടേം അല്ലേ. തുക സമം n ഗുണിക്കണം മധ്യപദം എന്നാ പറയുക. ഇവിടെ തുകയായിട്ട് തന്നിട്ടുള്ളത് നമുക്കറിയാം ആരാണ്? 150. അതുകൊണ്ട് ഞാൻ സമ്മിന് പകരം 150 എന്ന് എഴുതുന്നു. എത്ര ആൾക്കാരുടെ മക്കളെ പറഞ്ഞിട്ടുള്ളത്? 5 ആളുകളുടെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്നിന് പകരം 5 കൊടുത്തു. 5 ആൾക്കാരെ വരിക്ക് എഴുതുന്ന സമയത്ത് മിഡിൽ ടേം ആയിട്ട് വരേണ്ട ആൾ മൂന്നാമത്തെ ആളാണ്. അവിടെ x3 എന്ന് എഴുതിയിട്ടുണ്ട്. 150/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x3 കിട്ടണം. അപ്പോൾ x3 എന്ന് പറയുന്ന ആൾ മൂന്നാമത്തെ ടേം നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ കിട്ടും മക്കളെ? 30 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വാട്ട് ഇസ് ദ 8th ടേം ഓഫ് ദ സീക്വൻസ്? അവിടെയാണ് അടുത്ത പ്രശ്നം ഇരിക്കുന്നത്. ഈ 8ാമത്തെ പദം എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ തന്നിട്ടുള്ളത് 5 ആൾക്കാരുടെ തുകയും അതുപോലെ തന്നെ 10 ആളുകളുടെ തുകയും, ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മും അതേപോലെ 10 ടേംസ്. അപ്പോൾ ഇതിലെവിടെയും 8 ഒരു മിഡിൽ ടേം ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ തന്നിട്ടുള്ള ഡാറ്റനെ ഒന്ന് മക്കളെ റീഅറേഞ്ച് ചെയ്ത് കാണിക്കാം. മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കോൺസെപ്റ്റാണ്. നന്നായി ശ്രദ്ധിക്കേണ്ടത് മാത്രം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10 ആൾക്കാരെന്ന് പറയുമ്പോൾ x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ടാവും, ഒരു x4 ഉണ്ടാവും, x5 ഉണ്ടാവണം, x6 ഉണ്ടാവണം, x7 ഉണ്ട്, ഒരു x8 ഉണ്ട്, x9 ഉണ്ട്, x10 ഉണ്ട്. ഇങ്ങനെ വരിക്കുള്ള 10 ആളുകളാണല്ലോ ഉള്ളത്. ഈ 10 ആളുകളിൽ 10 ആളെയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 550 എന്നിട്ടുള്ള കാര്യം നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന 10 ആളുകളെയും കൂട്ടിയാൽ 550. പോരാത്തതിന് മറ്റൊരു റിസൾട്ട് കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 5 ആളുകളെ കൂട്ടിക്കഴിഞ്ഞാൽ 150 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആണല്ലോ. ഇനി ഒന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എല്ലാം കൂടി കൂട്ടിയാൽ 550, 5 ആളെ കൂട്ടിയാൽ 150. അപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള ആളുകളെ കൂട്ടിയത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ആ കാണുന്ന ആളെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 550-ൽ നിന്ന് 150 മൈനസ് ചെയ്തതല്ലേ മക്കളെ. ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പെട്ടിക്കുള്ളിലേക്ക് നോക്കിയേ. 1 2 3 4 5 ഇവിടെയുള്ള 5 ആളുകളിൽ നടുവിൽ വരുന്ന ആളാരാണ്? 8ാമത്തെ ആളാണ്. അത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നതടാ? ഈ കാണുന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എഴുതാനുള്ളത് നോക്കി വെച്ചോളൂ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ആളുകളെ നോക്കി, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ആളുകളുടെ തുകയാണ് എഴുതുന്നത്. ശ്രദ്ധിക്കണം. x6 + x7 + x8 + x9 + x10 ഈ കാണുന്ന ആളെ കിട്ടാൻ വേണ്ടിയിട്ട് 550-ൽ നിന്ന് നമുക്ക് 150 ഒന്ന് കുറച്ച് വയ്ക്കാം. 550 - 150 നമുക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ടാവുക? ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. അങ്ങനെ 400 എന്ന് പറയുന്ന ആൻസർ കിട്ടും.
ഓക്കെ, എഗെയിൻ നമ്മൾ പഠിച്ച ടോപ്പിക്കിലേക്ക് ഞാൻ അയാളെ കൊണ്ടുവരാണ്. നമ്മൾ പഠിച്ചതാണ് സം ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു മിഡിൽ ടേം, തുക സമം എൻ ഗുണിക്കണം മധ്യപദം. ഇവിടെ തുകയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് 400 400 സമം എത്ര ആൾക്കാരുണ്ട് മക്കളെ? 1 2 3 4 5 ആളുകളാണുള്ളത്. ഇൻറ്റു അവിടുത്തെ നടുവിൽ ആളാരാ മക്കളെ? x8 ആണ്, അയാളെയും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ x8 കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാനുണ്ടാവുക 400 ഡിവൈഡഡ് ബൈ 5 ആണല്ലോ. എട്ടാമത്തെ പദം x8 എന്ന് പറയുന്നത് ആരാ നമുക്ക് കിട്ടും മക്കളെ? 80 ആണെന്ന് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ തീർത്തു. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്, അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആരെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്കൊക്കെ എത്തിച്ചേരണമെങ്കിലുള്ള ഡാറ്റയെക്കുറിച്ചൊരു ഏതാണ്ട് ധാരണ നമുക്കുണ്ട്. കോമൺ ഡിഫറൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. പൊതുവ്യത്യാസം കൂടിയേ തീരും. അതിനുവേണ്ടി ഇക്വേഷൻ ഡി ഇസ് ഇക്വൽ ടു എക്സ് എം മൈനസ് എക്സ് എൻ ബൈ എം മൈനസ് എൻ. ഏതൊക്കെ ടേംസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളിൽ ഓൾറെഡി 8ാമത്തെ പദമുണ്ട്, അതേപോലത്തെ 3ാമത്തെ പദമുണ്ട്. ഈ രണ്ടാൾക്കാരെ വെച്ചുകൊണ്ടാട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്ന മക്കളെ. അപ്പോൾ ഞാൻ എഴുതുന്നത് നോക്കി, 80 മൈനസ് 30 ബൈ ആരായിരിക്കട്ടോ 8 മൈനസ് 3 എന്ന് എഴുതുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 50 ഡിവൈഡഡ് ബൈ 5 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഫൈനൽ റിസൾട്ട് 10 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആളുകൾ x1 കണ്ടുപിടിക്കണം, x2 കണ്ടുപിടിക്കണം, x3 കണ്ടുപിടിക്കണം. x3 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ 30 എന്ന് എഴുതുകയാണ്. x2 കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന 30-ൽ നിന്നും കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസമായിട്ടുള്ള 10 കുറച്ചുകൊണ്ട് ഞാൻ അവിടെ 20 എന്ന് എഴുതുന്നുണ്ട് മക്കളെ. ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്നാമത്തെ പദം കിട്ടാൻ വേണ്ടിയിട്ട് 20-ൽ നിന്ന് 10 കുറച്ചിട്ട് ഞാൻ അവിടെ 10 എന്ന് എഴുതുന്നുണ്ട്. അത്ര എഴുതുന്ന സമയത്ത് 10, 20, 30 ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ 3 ടേംസ് ആയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ടാവുക, എഴുതി വെക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന ആളുകൾ. അങ്ങനെ ആ ചോദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയിടാ. ദ സം ഓഫ് 11th ആൻഡ് 21st ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 80. ഒരു സമാന്തര ശ്രേണിയുടെ 11ാമത്തെ പദവും 21ാമത്തെ പദവും കൂട്ടിയപ്പോൾ അവർ പറയുന്നു 80 കിട്ടിയെന്നാണ് അവർ പറയുന്നത്. നമ്മളോട് ചോദിച്ചതോ 16ാമത്തെ ടേം. ഇവിടെ നമുക്ക് ഒരു ടോപ്പിക് കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ മക്കളെ. എയും ബിയും സിയും ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ അടുത്തടുത്തുള്ള ടേമാണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്നൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. എ പ്ലസ് സി, അറ്റത്തുള്ള 2 ആൾക്കാരെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന മിഡിൽ ടേം നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ വേറൊരാളെയും കൂടെ പറഞ്ഞുതരാം മക്കളെ. എയും ബിയും സിയും ഡിയും ഇയും ഇപ്പം എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ഈ അറ്റത്തുള്ള 2 ആളുകളെ ഞാനൊന്ന് കൂട്ടട്ടെ. എ പ്ലസ് ഇ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എനിക്ക് ആരായിരിക്കും കിട്ടുന്നുണ്ടാവുക? അവിടുത്തെ മിഡിൽ ടേം ആയിട്ടുള്ള സി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതെല്ലാ സ്ഥലത്തും ഈ കാര്യം നടക്കുന്നത് നമ്മുടെ നമ്മുടെ പദങ്ങളുടെ എണ്ണം, നമ്മുടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്ന ആള് ഓഡ് ആയിരിക്കണം. ഓക്കെ, ഓഡ് നമ്പർ അവരുടെ എണ്ണം ഓഡ് ആയിരിക്കണം, ഒറ്റ സംഖ്യ ആയിരിക്കുന്ന സമയത്ത്. നമുക്ക് മറ്റൊരു 7 ആൾക്കാരുള്ള ഒരു എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. ഫോർ എക്സാമ്പിൾ, എയും ബിയും സിയും ഡിയും ഇയും എഫും ജിയും ഈ കാണുന്ന അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയാണെങ്കിൽ അറ്റത്തുള്ള 2 ആളുകൾ വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ജി ബൈ 2. മക്കൾ ഇതിൻ്റെ നടുവിലുള്ള ആളെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇതിൻ്റെ നടുവിലുള്ള ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഡി എന്ന് പറയുന്ന ഉത്തരമാണ് അവിടെ കിട്ടേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയോടാ. x11 x21 11ൻ്റെയും 21ൻ്റെയും കൃത്യം നടുവിലുള്ള ആൾ ആരാണ്? നമുക്കറിയാം ഈ 16ാമത്തെ ടേമാണ്. അപ്പോൾ x11 പ്ലസ് x21 ഡിവൈഡഡ് ബൈ 2 ചെയ്താലാണ് നമുക്ക് ആരെ കിട്ടുക? 16ാം പദം കിട്ടുക. ഈ കാണുന്ന ആളെ കൂട്ടിയാൽ കിട്ടേണ്ട ഉത്തരം 80 ആണ് എന്ന് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 2 അങ്ങനെയാകുമ്പോൾ 40 ആണ് ആരെന്ന് പറയുന്നത് മക്കളെ? 16ാമത്തെ പദം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ടോപ്പിക്കിലെ അവസാന ചോദ്യത്തിലേക്ക്, ആ പേജിലെ അവസാന ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കി നോക്കാം. ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. പഞ്ചഭുജത്തെ സംബന്ധിച്ച് 5 കോണുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്കറിയാം. ആ 5 എണ്ണവും അല്ലേ ഒന്നിലും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പഞ്ചഭുജം എന്ന് പറയുന്ന ഷേപ്പിൽ, അതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻറ്റഗൺ എന്ന് പറയുന്ന ഷേപ്പിൽ മക്കളെ ഈ കാണുന്ന ആംഗിൾ, ഈ കാണുന്ന ആംഗിൾ, ഈ കാണുന്ന ആംഗിൾ, ഈ കാണുന്ന ആംഗിൾ, ഈ കാണുന്ന ആളോട് ഒരു നമ്പർ കൂട്ടിയിട്ടാണ് ഈ കാണുന്ന ആളെ കിട്ടിയത്. സെയിം നമ്പർ കൂട്ടിയിട്ട് അയാളെ കിട്ടിയ, സെയിം നമ്പർ കൂട്ടിയിട്ട് അയാളെ കിട്ടിയ, സെയിം നമ്പർ കൂട്ടിയിട്ട് അയാളെ കിട്ടിയ. അതാണ് അവർ പറഞ്ഞ കണക്ഷൻ 5 ആളുകൾ തമ്മിൽ. ഓക്കെ,
ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ? കോണുകൾ വലുപ്പക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ കോൺ. എടാ ഈ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ച വലുപ്പക്രമം എന്നാട്ടോ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ഉദ്ദേശമായിട്ട് അവിടെ തന്നിരിക്കുന്നത്. മൂന്നാമത്തെ കോൺ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എടാ നമ്മൾ പഠിച്ച ഇക്വേഷനിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ കാണുന്ന കോണുകൾ കൂട്ടിയാൽ എത്രയാണ് കിട്ടുമ്പോൾ ഞാനിപ്പോൾ ഇവിടേക്ക് ലെറ്റ് ഇതിലിപ്പോൾ 5 ആംഗിൾസ് ഉണ്ടാവുക പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ ലെറ്റ് ആംഗിൾസ് ഈക്വൽ ടു x1, x2, x3, x4, x5 ആണ് ചോദിക്കും. കോണുകൾ സമം x1, x2, x3, x4, x5 ആണെങ്കിൽ ഇവരൊക്കെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് അറിയണം. ഓക്കെ, അത് നമ്മൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച പുസ്തകത്തിൽ 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു പോളിഗൺസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, സമഭുജങ്ങൾ. ഇപ്പോഴത്തെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ അയാൾ 4ാമത്തെ വടവകായിട്ട് മാറിയെന്നില്ല. ആ ടോപ്പിക്കിൽ നമ്മളൊന്ന് വർക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. മക്കൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഈ കാണുന്ന സ്ഥലത്ത് എടാ നമുക്ക് സം ഓഫ് ആംഗിൾസ് ഓഫ് പെൻറ്റഗൺ എടുത്ത് എഴുതിക്കോട്ടോ മക്കളെ. പെൻറ്റഗൺ ഇക്വേഷൻ പോളിഗണിൻ്റെ ഏത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ പെൻറ്റഗൺ ആയതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. പഞ്ചഭുജത്തിൻ്റെ കോണുകളുടെ തുക സമം n-2 ഗുണിക്കണം 180 ഡിഗ്രി എന്ന് കൊടുക്കാം നമുക്ക്. എത്ര വശമുള്ളത്? 5 വശമുള്ളത്. വിച്ച് ഇസ് ഈക്വൽ ടു 5 - 2 × 180 എന്ന് എഴുതുന്നുണ്ട് മക്കളെ. 5 - 2 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? 3 × 180 3 × 180 ഞാൻ അവിടെ 540 ഡിഗ്രി എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ കാണുന്ന എല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട ഉത്തരം എന്ന് പറയുന്നത് 540 ആണ്. ഞാൻ നമ്മൾ പഠിച്ച ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ തീരുമാനിച്ചു. സം ഇസ് ഈക്വൽ ടു n into middle term. Sum is equal to n into middle term. തുക സമം n ഗുണിക്കണം മധ്യപദം. സം തുക നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. എത്ര കിട്ടിയത് മക്കളെ? 540 കിട്ടിയത്. അയാളെ എഴുതി വെക്കുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് പഞ്ചഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആളുകളാണ് ഉണ്ടാവുക. 5 ഇൻറ്റു നോക്കിയേ വരിക്ക് എഴുതി വെച്ചിരിക്കുന്നു നമ്മൾ കോണുകളുടെ പേര് 1, 2, 3, 4, 5. അതിൽ 3ാമത്തെ കോണ സെൻറ്ററിൽ വരിക. അപ്പോൾ മിഡിൽ ടേം ആയിട്ട് ഞാൻ അവിടെ x3 കൊടുക്കുന്നു. അപ്പോൾ ഈ x3 കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് 540/3 ചെയ്താൽ എനിക്ക് ഇവിടെ ആരെ കിട്ടണം? x3 കിട്ടണം. 540 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഉത്തരം x3 = 108 ഡിഗ്രി എന്നുള്ളതാണ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കിട്ടി 3ാം പദം എന്ന് പറയുന്നത് ആരാണ് മക്കളെ? x3 ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത 2ാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്കും. ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40 വാട്ട് ആർ ദ അതർ ആംഗിൾസ്? നോക്കാം. ചെറിയ കോൺ അല്ലേ, ഏറ്റവും ചെറിയ കോണളവ് 40 ഡിഗ്രി ആണെങ്കിൽ മറ്റു കോണുകൾ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ കോൺ എന്ന് പറഞ്ഞാൽ വലുപ്പക്രമത്തിൽ എഴുതി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആള് എന്ന് പറയുന്നത് ആരാണ്? x1 എന്ന് പറയുന്ന ആളാണ്. നമുക്ക് നോക്കി നോക്കാം നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് ആണ് ഇവിടെ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാൻ പാകത്തിൽ നമ്മുടെ കയ്യിലുള്ളത് എന്ന് നോക്കി നോക്കാം. ഓക്കെ, ശരി. അപ്പോൾ അവർ ഫസ്റ്റ് ആംഗിൾ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ചെറിയ കോണ് എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിലുള്ള വേറൊരാൾ എന്ന് പറയുന്നത് x3 ആണ് നമ്മുടെ കയ്യിലുള്ളത്. x3 നമുക്കറിയാം, x3 = 108 ഡിഗ്രി എന്ന് പറഞ്ഞു. എടാ ഒന്നാമത്തെയും 3ാമത്തെയും ടേം നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം? 2ാമത്തെ ടേം കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് a, b, cയിൽ a+c/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും മക്കളെ? b കിട്ടും എന്നുള്ള കാര്യം. അപ്പോൾ ഒന്നാമത്തെ x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 40ഉം 108ഉം കൂട്ടി കിട്ടുന്ന ആളെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അത് 148/2 ചെയ്യുമ്പോൾ എനിക്ക് ഓരോ ആളുകളും 74 ഡിഗ്രിയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. 2ാമത്തെ ടേം അപ്പോൾ 1ആയി 2ആയി 3ആയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ? സെക്കൻഡ് ടേമിൽ നിന്ന് ഞാൻ എന്ത് മൈനസ് ചെയ്താൽ മതിയടാ? ഫസ്റ്റ് ടേം എനിക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു മക്കളെ? 74ൽ നിന്നും 40 കുറയ്ക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 34 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇനി ആരെ വേണമെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാം. എനിക്ക് x4 കണ്ടുപിടിക്കണമെങ്കിൽ തേർഡ് ടേം ആയിട്ടുള്ള 108നോട് കൂടെ ഞാൻ ആരെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. 34നെ ആഡ് ചെയ്ത് എനിക്ക് 142 എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്നു അല്ലേ? ഇനി എനിക്ക് വേണ്ടത് ആദ്യത്തെ 5 ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് x5 വേണം. x5 കിട്ടാൻ വേണ്ടിയിട്ട് 4ാമത്തെ ആളായിട്ടുള്ള 142ൻ്റെ കൂടെ 34 വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 176 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അപ്പോൾ കറക്റ്റ് ഓർഡറിലല്ല നമ്മൾ എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് മാത്രം ഞാൻ സീക്വൻസ് ഒന്ന് എടുത്തെഴുതാം. സീക്വൻസ് ഇസ് ഈക്വൽ ടു ആദ്യം 40 എഴുതുന്നു, പിന്നെ ആരെ എഴുതുന്നു? 74 എഴുതുന്നു, പിന്നെ 108 എഴുതുന്നു, പിന്നെ 142 എഴുതുന്നു, പിന്നെ 178 എഴുതുന്നു. സെറ്റ്. ഇതാണ് പരിപാടി. കഴിഞ്ഞു.
ഇനി അതിലൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഒരാളും കൂടി അവിടെ ബാക്കിയുണ്ട്. ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36 ഡിഗ്രി? ചെറിയ കോണിന് 36 ഡിഗ്രി ആകാൻ വേണ്ടി സാധിക്കുമോ എന്നാണ് അവർ നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം. ഇസ് ഇറ്റ് വർക്കിംഗ് ഓർ നോട്ട് എന്നുള്ള കാര്യം. എടാ തൽക്കാലത്തേക്ക് ലെറ്റ് x1 is equal to 36 അങ്ങനെ ആണെന്ന് വിചാരിക്കാം നമ്മൾ. അപ്പം നമ്മുടെ കയ്യിൽ വേറെ ആരൊക്കെ ഉണ്ട്? x1 36 ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരാളുണ്ട്, x3 എന്ന് പറയുന്ന ആൾ 108 ഡിഗ്രി ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞതാണ്. നേരത്തെ സെയിം ടെക്നിക്ക് നമ്മളിവിടെ ഉപയോഗിച്ച അതേ ടെക്നിക്ക് ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെയാണെങ്കിൽ x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യേണ്ടത് 108ഉം 36ഉം കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് എൻ്റെ പ്രോസസ്സ് വേണ്ടത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടേണ്ട ഉത്തരം എന്ന് പറയുന്നത് 144 ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ഞാൻ ഫൈനൽ റിസൾട്ട് പോയി നിൽക്കുക 72 എന്ന് പറഞ്ഞ റിസൾട്ടിലാണ്. സെയിം സ്റ്റെപ്പാണ്, നേരത്തെ അതേ സ്റ്റെപ്പ്, ഒരു വ്യത്യാസമില്ല. ഞാൻ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി തീരുമാനിച്ചു. കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് 108ൽ നിന്നും എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ 72ൽ നിന്ന് 36 കുറച്ചാലും മതി, അതല്ല ഈ പറഞ്ഞിട്ടുള്ള 108ൽ നിന്ന് 72 കുറച്ചാലും മതി കേട്ടോ. ബോത്ത് ആർ സെയിം, ഒരു മെത്തേഡ് മാറ്റമൊന്നുമില്ല. അങ്ങനെ എനിക്കവിടെ 36 എന്ന് പറയുന്നതാണ് അവിടെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ 1 2 3 നാലാമത്തെ ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ 108ൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, 36 ആഡ് ചെയ്യുന്നു. അങ്ങനെ 36 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 144 എന്ന് പറഞ്ഞ ആൻസറിലേക്ക് കിട്ടും നാലാമത്തെ ടേം. അഞ്ചാമത്തെ ടേം എന്ന് പറയുന്ന ആളെ കിട്ടാൻ വേണ്ടിയിട്ട് 144ൻ്റെ കൂടെ വീണ്ടും 36 ആഡ് ചെയ്ത് 180 ഡിഗ്രി എന്ന് പറയുന്ന ആളെ കിട്ടുന്നു. എടാ ആവോ എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സം ഓഫ് ആംഗിൾസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സം ഓഫ് ആംഗിൾസ് ഇതെല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ആളുകൾ ആയിരിക്കാം. ഫസ്റ്റത്തെ 36 ഉണ്ട്, 72 ഉണ്ട്, 108 ഉണ്ട്, പ്ലസ് 144 ഉണ്ട്, പ്ലസ് 180 ഉണ്ട്. എല്ലാവരും കൂടി ആഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 612. അത് നമുക്ക് പോസിബിൾ അല്ല, നമുക്ക് 540 ആവണം. സോ 36 കനോട്ട് ബി ദ സ്മോളസ്റ്റ് ആംഗിൾ. 36ന് ഏറ്റവും ചെറിയ കോൺ ആവാൻ സാധ്യമല്ല എന്ന് എഴുതി വയ്ക്കാം. ഇതല്ലാത്തൊരു എക്സ്പ്ലനേഷൻ കൂടി ഉണ്ട് കേട്ടോ മക്കളെ. ശരിക്കും 180 ഡിഗ്രി 180 ഡിഗ്രി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ ആണെന്നും അയാളതിൽ ഫോം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ മക്കൾ അതിനായിട്ട് പുതിയൊരു തിയറി പഠിക്കേണ്ടതെന്നുള്ളതുകൊണ്ടാണ് ഓൾറെഡി നമുക്ക് പരിചയമുള്ളൊരു തിയറിയിലേക്ക് കണക്ട് ചെയ്തത്. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ടോപ്പിക്. ആ ടോപ്പിക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.